കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായി യൂട്യൂബിൽ ചില സംഭവങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ഈ ബൈക്ക് വാങ്ങിയത് എന്നൊരു തംബ്നെയിൽ കണ്ടത്. സ്ട്രെൽ എന്ന യൂട്യൂബർ ഏതൊരു സാധാരണക്കാരനും എങ്ങനെ ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാം എന്നതിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോ ആണത്. അയാൾ കഷ്ടപ്പെട്ട് പലതിൽ നിന്നും പൈസ മിച്ചം വെച്ച് ബൈക്ക് വാങ്ങിയതിനെ കുറിച്ചാണ് പറയുന്നത്. 9 ലക്ഷത്തിന്റെ ബൈക്കാണ്. നല്ല വീഡിയോ. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. എനിക്കറിയാവുന്ന ഒരു പയ്യനും ഇതുപോലൊരു സൂപ്പർ ബൈക്ക് ഈ അടുത്ത് വാങ്ങിയിരുന്നു. അമ്മയെ കൊണ്ട് കുടുംബശ്രീ ലോൺ എടുപ്പിച്ച് വീട്ടിൽ നിരാഹാര സത്യാഗ്രഹം ഇരുന്നുമൊക്കെയാണ് ആൾ കാര്യം സാധിച്ചത്. സ്ട്രെല്ലിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമന്റ്സ് കണ്ടപ്പോൾ ഞാൻ ഇയാളെ ഓർത്തു. അവിടെ അമ്മയുടെ ആഭരണം പണയം വെച്ച് ബുള്ളറ്റ് വാങ്ങിയവനെയും വീട്ടിൽ അടിയുണ്ടാക്കി അത് വാങ്ങി 22-കാരനെയും ഒക്കെ കാണാം. പണിക്ക് പോകാതെ വണ്ടി എങ്ങനെ വാങ്ങാമെന്ന് അന്വേഷിക്കുന്ന ഒരാളെയും കണ്ടു. അതുപോലെ ഈ വണ്ടി വാങ്ങാൻ പണിയെടുക്കാൻ തീരുമാനിച്ചവരുമുണ്ട് ഇഷ്ടം പോലെ. അതായത് കിട്ടുന്ന പൈസയിൽ നിന്നും മിച്ചം പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു സൂപ്പർ ബൈക്ക് വാങ്ങുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തവർ. ഒരു 20-22 വയസ്സിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു 9 ലക്ഷത്തിന്റെയോ 11 ലക്ഷത്തിന്റെയോ സൂപ്പർ ബൈക്ക് കരസ്ഥമാക്കുക എന്നത് അത്ര നോർമലായ ഒരു സംഗതിയല്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ജെൻസിയുടെ ഇടയിൽ ഇതൊരു നോർമൽ സംഭവമാണ്. ജെൻസി അല്ലെങ്കിൽ 2K കിഡ്സ് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ തുടരെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ചെയ്യുന്ന കൊല, അക്രമമൊക്കെ വാർത്തയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അച്ഛനെയും അമ്മയെയും കൊല്ലുന്നവർ, വീട്ടുകാരെ കൊല്ലുന്നവർ, അങ്ങനെ 2K കിഡ്സിനെ കുറിച്ച് ഒരു മോശം ഇമേജ് ഇപ്പോൾ ട്രോളിലൂടെയും മറ്റും ഉണ്ടാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് 2K കിഡ്സിന്റെ പ്രശ്നം? ഇവർ ജനിച്ച് ജീവിക്കുന്നത് സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ എന്നീ രണ്ട് പവർഫുൾ സംഭവങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ ഷോ ഓഫ് കൾച്ചറിന്റെ ഏറ്റവും വലിയ ഇരകളും നിലവിലിവരാണ്. എന്താണ് ഷോ ഓഫ് കൾച്ചർ? വെൽത്ത്, ലക്ഷറി, സക്സസ് ഇതൊക്കെ ഷോ ഓഫ് ചെയ്യുന്നത് വളരെ നോർമൽ ആക്കുന്നതിനെയാണ് ഷോ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ജെൻസിയിൽ കൂടുന്നത്? അതിനൊരു പ്രധാന കാരണം സോഷ്യൽ മീഡിയ ആണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മൾ എത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. പുതിയ ഐഫോൺ, പുതിയ ഗാഡ്ജറ്റ്സ്, പുതിയ സൂപ്പർ ബൈക്ക്, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ആശകൾ ഇട്ടുതരാനും കാട്ടി കൊതിപ്പിക്കാനും നമ്മുടെ ചുറ്റും ഇൻഫ്ലുവൻസേഴ്സ് മുതൽ സെലിബ്രിറ്റീസ് വരെ മത്സരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്രോഡക്റ്റുകളുടെ ഒരു പരസ്യ വിപണിയായി മാറുകയാണ്. ഇതൊന്നും ഇല്ലാത്തവർ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് നേരിടുകയാണ്. അതായത് ഞാൻ എന്തൊക്കെയോ മിസ് ചെയ്യുന്നു എന്ന ഭയം. മറ്റുള്ളവരോടൊപ്പം എത്താൻ എങ്ങനെയെങ്കിലും ഈ എക്സ്പെൻസീവ് സാധനങ്ങൾ സ്വന്തമാക്കുക എന്നത് ഒരു പ്രഷറായി മാറുന്നു. കൂട്ടത്തിൽ സൂപ്പർ ബൈക്ക് ഉള്ളയാൾക്ക് കിട്ടുന്ന പരിഗണന, ഏറ്റവും പുതിയ ഐഫോൺ കയ്യിലുള്ളയാൾക്ക് കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇനി അത് വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കിയാണെങ്കിലും നേടിയെടുക്കാൻ ഇവർക്ക് തോന്നിയേക്കാം. ഇവിടെയാണ് സാമ്പത്തിക സ്ഥിതി വില്ലനാവുക. 20 വയസ്സിനുള്ളിൽ ഈ പറഞ്ഞ എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നത് നമ്മുടെ ഇടയിൽ അത്ര എളുപ്പമല്ല. പക്ഷെ അതില്ലാതെ ഒരു ലൂസറായി ജീവിക്കുന്നതിന്റെ സമ്മർദ്ദം വീട്ടുകാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുമില്ല. ഈ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ ചിലരൊക്കെ വയലന്റ് ആയി പ്രതികരിക്കുന്നതും ഇല്ലീഗൽ ബിസിനസിന്റെ ഭാഗമാകുന്നതും ചിലപ്പോഴൊക്കെ എക്സ്ട്രീം ലെവലിൽ പോകുന്നതിന്റെയും കാരണങ്ങളിലൊന്ന് ഒരുപക്ഷെ ഈ ഷോ ഓഫ് കൾച്ചർ തന്നെയായിരിക്കും. ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് അറിഞ്ഞിരുന്നത് നമ്മുടെ കുറച്ച് ബന്ധുക്കളും അയൽക്കാരും ചില സുഹൃത്തുക്കളും മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അറിഞ്ഞിരുന്നതും. എന്നാൽ ഇന്ന് സംഗതി മാറി. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൂടി വലിയൊരു കൂട്ടത്തെ നമുക്ക് അറിയിക്കാം. അതുപോലെ നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ പക്കൽ എന്തൊക്കെയുണ്ട് എന്നും നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണാം. ഇതൊക്കെ കണ്ട് നമ്മൾ ആരാധിക്കുന്ന ചിലർ പോലെയാകാൻ നമ്മളും ഇല്ലാത്ത പണം കൊടുത്തും EMI അടച്ചും പലതും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ സ്വന്തം ആഗ്രഹം എന്നതിനേക്കാൾ പലരും നമ്മുടെ ഉള്ളിലേക്കിട്ട് തന്ന ആഗ്രഹം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് സൂപ്പർ ബൈക്കിലോ ഗാഡ്ജറ്റ്സിലോ ഒതുങ്ങുന്നതല്ല. ഇന്റർനാഷണൽ ടൂറുകൾ, എക്സ്പെൻസീവ് ആയ സ്കിൻ കെയർ റൂട്ടീൻ, എക്സ്പെൻസീവ് ക്ലോത്തിങ്, അങ്ങനെ സോഷ്യൽ മീഡിയ വളരെ നോർമലായി മാറ്റിയിരിക്കുന്ന സംഭവങ്ങൾ ഇന്ന് നിരവധിയാണ്. പുറത്തുനിന്നുള്ള ഫുഡ് അടി അഥവാ ഓവർ ഈറ്റിംഗും ഇക്കൂട്ടത്തിൽപ്പെടും. ഇതെല്ലാം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് ഷോ ഓഫ് ചെയ്യാനാണ് ആളുകൾ ചെയ്യുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് പ്രോഡക്റ്റ് പ്രൊമോഷന്റെ ഭാഗമായി വളരെ എക്സ്പെൻസീവായ പ്രോഡക്ട്സ് ഉപയോഗിച്ച്, അതും വേണ്ടതിലും എത്രയോ അധികം പ്രോഡക്ട്സ് ഉപയോഗിച്ച് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എന്റെ സ്കിന്നും ക്ലിയർ ആകാൻ അത്രയും പ്രോഡക്ട്സ് വേണം, അത്രയും എക്സ്പെൻസീവ് ആയി തന്നെ വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ ക്ലാരിറ്റി മുതൽ സ്കിന്നിന്റെ ടെക്സ്ചർ വരെ ഷോ ഓഫിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തിന്? ജെൻസിയുടെ ഇടയിൽ ചെറിയ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, ലിപ് ഫില്ലേഴ്സ്, ഗ്ലൂട്ടാതയോൺ ഒക്കെ ഷോ ഓഫിന്റെ ഭാഗമായി മാറുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസ് മാത്രം യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളായിരുന്നു അടുത്ത കാലം വരെ. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതും വളരെ നോർമൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇപ്പോൾ നോർമൽ ആണ്. അപ്പൊ പണം ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ മാത്രം ഇതൊന്നും ചെയ്യുന്നില്ല, എനിക്ക് മാത്രം പൈസയില്ല, എന്റെ പേരൻസിന് മാത്രം ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള സങ്കടം, ദേഷ്യമൊക്കെ ഇവരെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം. ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഇന്ന് നമ്മുടെ കൺമുന്നിൽ വിരൽ തുമ്പി നമുക്ക് അറിയാൻ കഴിയും. അത് ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഫാഷന്റെ കാര്യത്തിലായാലും ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിലായാലും എല്ലാ സെലിബ്രിറ്റീസിനെയും നമ്മുടെ ആരാധനാ പാത്രങ്ങളെയും അവരുടെ ആക്ടിവിറ്റീസിനെയും ഫുൾ ടൈം നമുക്കിന്ന് ഫോളോ ചെയ്യാൻ കഴിയും. നമ്മുടെ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനും കഴിയും. ഇതൊക്കെ
ഇതൊക്കെ കൺമുന്നിൽ നടക്കുമ്പോൾ നമ്മൾ ചിലതിലൊക്കെ പിന്നിലായി പോകുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുമോ? അങ്ങനെ പിന്നിലായി പോകുന്നുണ്ടോ എന്ന പേടിയാണ് ജെൻസിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് അത്ര നല്ലതല്ല. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന ജീവിത രീതി അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത്തരം ഷോ ഓഫ് കൾച്ചർ സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ. അപ്പൊ എന്താണ് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ സൂപ്പർ ബൈക്ക് വാങ്ങണമെന്ന ആഗ്രഹം തന്നെ എടുക്കാം. ജീവിതത്തിൽ അങ്ങനെ ചില പാഷൻ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉടലെടുക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഇതൊരു ജെനുവീൻ ആഗ്രഹമാണോ അതോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ബൈക്ക് കാണിച്ച് ഷോ ഓഫ് ചെയ്യാനാണോ ശരിക്കും ആഗ്രഹമെന്ന്? അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ഇതെല്ലാ ആഗ്രഹങ്ങൾക്കും ബാധകമാണ്. സോഷ്യൽ മീഡിയയിൽ കാണിക്കാനല്ലെങ്കിലും എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ഈ ഷോ ഓഫ് കൾച്ചറിൽ പെടാതിരിക്കാൻ അതങ്ങ് ഒഴിവാക്കാം. അല്ലെങ്കിൽ വരവിൽ കൂടുതൽ ചെലവ്, EMI, ബെറ്റിംഗ് ആപ്സ്, വീട്ടിൽ തല്ല്, അടിപിടി, അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ എന്താണ് ജെൻസി നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.